ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്നും നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും ആർട്ടിക്കിൾ 370 കശ്മീരിലേക്ക് ഇനി തിരിച്ചെത്തില്ല. ദൃഢപ്രതിജ്ഞ പോലെയാണ് അമിത്ഷാ അത് പ്രഖ്യാപിച്ചത്. 2019 കേന്ദ്ര സർക്കാർ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത്. ജമ്മു കശ്മീരിന് പ്രത്യേക സ്ഥാന പദവി നൽകുന്നതാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370. ഇതുപ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയൊഴികെയുള്ള മറ്റ് ഇന്ത്യൻ നിയമങ്ങൾ ജമ്മു കശ്മീരിൽ ബാധകമാകില്ല. മറ്റ് നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുവാദം വേണം. പൗരത്വം, ഭൂവുടമസ്ഥാവകാശം, മൗലികാവകാശങ്ങൾ എന്നിവയിലെല്ലാം ഇത് ബാധകമായിരുന്നു. അന്യസംസ്ഥാന സ്വദേശികൾക്ക് ഇവിടെ ഭൂമി വാങ്ങാനോ സർക്കാർ ജോലികൾ നേടാനോ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനോ അവകാശമില്ല. വിഘടനവാദികൾ കടന്നു കയറുന്നത് ഒരു പരിധിവരെ തടഞ്ഞതും ഈ വകുപ്പാണ്. ഭരണഘടനയുടെ 21ാം വിഭാഗത്തിലാണ് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഈ വകുപ്പ് നിലകൊള്ളുന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുമെന്നത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു. 2019 രാജ്യത്തിന്റെ ഐക്യത്തിന് ഹാനികരം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഉടനടി രാഷ്ട്രപതിയുടെ ഉത്തരവും പുറത്തിറങ്ങി. ആർട്ടിക്കിൾ 370 റദ്ദായതോടെ ജമ്മു കശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ 35A ഇല്ലാതായി. കശ്മീരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി, CPM MLA മുഹമ്മദ് യൂസഫ് തരിഗാമി, സാജിദ് ലോൺ തുടങ്ങിയ നേതാക്കളെയും വീട്ടുതടങ്കലിലാക്കി. ആർട്ടിക്കിൾ 370 കശ്മീരി സംസ്കാരത്തെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കോണിൽ ഒതുക്കിയിരിക്കുകയാണെന്നും അത് നീക്കം ചെയ്യുന്നതോടെ സംസ്ഥാനത്തിന്റെ സംസ്കാരം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജമ്മു കശ്മീരിലെ വിഘടനവാദത്തിന്റെയും ഭീകരതയുടെയും മൂലകാരണം ആർട്ടിക്കിൾ 370 ആണെന്ന് ആഭ്യന്തരമന്ത്രി അടുത്തിടെ പാർലമെന്റിലടക്കം വീണ്ടും ആവർത്തിച്ചു. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും ആഭ്യന്തരമന്ത്രി പലതവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നെഹ്റുവിന്റെ മണ്ടത്തരങ്ങൾ കാരണം കശ്മീരിലെ ജനങ്ങൾ പ്രതിസന്ധിയിലായി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ പറഞ്ഞത്. 1949 നെഹ്റു കൊണ്ടുവന്ന ആർട്ടിക്കിൾ 370 അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല. അത് 1948 ഇന്ത്യ വിജയിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യ പാക് അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് നെഹ്റു ചെയ്ത ആദ്യത്തെ മണ്ടത്തരം. 3 ദിവസം കൂടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ പോയിരുന്നുവെങ്കിൽ പാക് അധീന കശ്മീർ ഇന്ന് ഇന്ത്യയുടെ ഭാഗമായേനെ. നമ്മുടെ ആഭ്യന്തര കാര്യം UN-ൽ ചർച്ചയാക്കി മാറ്റി എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഈ ചരിത്രങ്ങളെ കുറിച്ചാണ് ഇനി വിശദമായി പറയാൻ പോകുന്നത്. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ വിഭജനം തത്വത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് മാത്രമേ ബാധകമായിരുന്നുള്ളൂ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ സ്വയംഭരണ പ്രദേശങ്ങളിൽ ഏതിൽ ചേരണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. ഈ രാജ്യങ്ങളിലെ ജനങ്ങളുടെ അംഗീകാരം തേടേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ഭരണാധികാരി ഒരുക്കമാണോ എന്നത് മാത്രമായിരുന്നു പ്രധാനം. മറ്റു നാട്ടുരാജ്യങ്ങൾ ചെയ്തത് ഇത് മാത്രമാണ്. സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന 560ഓളം നാട്ടുരാജ്യങ്ങളെ 1947 ഓഗസ്റ്റ് 15 മുമ്പായി ഇന്ത്യയുമായി കൂട്ടിച്ചേർത്തു. ഹൈദരാബാദും ജുനഗഡും മാത്രമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. പ്രശ്നങ്ങൾ സൃഷ്ടിച്ച നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിൽ കശ്മീരും ഉണ്ടായിരുന്നെന്നും ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ഇന്ത്യയിൽ ചേരുന്നതിനുള്ള തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നുവെന്നുമുള്ള കള്ളം 7 പതിറ്റാണ്ടായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ തന്റെ വ്യക്തിപരമായ അജണ്ടകൾ പൂർത്തീകരിക്കുന്നതിനായി ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് നെഹ്റു ആയിരുന്നെന്നും മഹാരാജ അല്ലായിരുന്നുവെന്നും ഇപ്പോൾ പുറത്തുവരുന്ന ചരിത്ര രേഖകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. 1952 ജൂലൈ 24 ലോക്സഭയിൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമാകും. ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ച മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളെയും പോലെ മഹാരാജ ഹരിസിംഗും 1947 ജൂലൈയിൽ തന്നെ ഇന്ത്യയിൽ ചേരുന്നതിനായി ഇന്ത്യൻ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് 1 മാസം മുമ്പായിരുന്നു അത്. നാഷണൽ കോൺഫറൻസ് പോലെ അവിടെയുള്ള സംഘടനകളുമായും അവയുടെ നേതാക്കന്മാരുമായും ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് മഹാരാജാവിന്റെ ഭരണകൂടവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും നെഹ്റു പറയുന്നു. കശ്മീരിലേത് ഒരു പ്രത്യേക സാഹചര്യമാണെന്നും അവിടുത്തെ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയാകണമെന്നോ കൃത്യമാകണമെന്നോ ഇല്ല എന്നുമുള്ള ഉപദേശമാണ് രണ്ടു കൂട്ടർക്കും ഞങ്ങൾ നൽകിയതെന്നും അതേ പ്രസംഗത്തിൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അന്ന് മഹാരാജാവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ഇന്ത്യയിൽ ചേരാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അതിൽ കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. ജനങ്ങളുടെ അംഗീകാരമായിരുന്നു. അതെന്നും പ്രസംഗത്തിലുണ്ട്. വിഭജന സമയത്ത് നിബന്ധനകളൊന്നുമില്ലാതെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ചേരാനായിരുന്നു കശ്മീരിലെ ഭരണാധികാരി ആഗ്രഹിച്ചത്. ഇതിനെ എതിർത്ത വ്യക്തി നെഹ്റുവാണ്. കശ്മീരിലേത് പ്രത്യേക സാഹചര്യമായിരുന്നതിനാൽ ജനങ്ങളുടെ അംഗീകാരം വേണമെന്ന ഇല്ലാ കഥ മെനഞ്ഞത് നെഹ്റുവായിരുന്നു. നെഹ്റുവിന്റെ മണ്ടത്തരങ്ങൾ 1947 അദ്ദേഹത്തിന്റെ വഞ്ചനയിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിഭജനത്തിന് ശേഷം ചോരപ്പുഴകളും അക്രമങ്ങളും അരങ്ങേറിയിട്ടും കശ്മീർ ഇന്ത്യയിൽ ചേരുന്നതിനു മുൻപ് തന്റെ വ്യക്തിപരമായ അജണ്ട നടപ്പാകണം എന്ന കാര്യത്തിൽ നെഹ്റു കടും പിടുത്തം തുടർന്നു. 1947 ഒക്ടോബർ 20 പാക് സൈന്യം കശ്മീർ ആക്രമിച്ചും കശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ മഹാരാജ ഹരിസിംഗ് വീണ്ടും നെഹ്റുവിനോട് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നെഹ്റു അതിന് തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയനോട് ചേർന്നു നിൽക്കുന്ന ഏതെങ്കിലും പ്രഖ്യാപനം നടത്തുന്നത് അഭികാമ്യമല്ലെന്നാണ് 1947 ഒക്ടോബർ 21 പാകിസ്ഥാൻ അധിനിവേശം ആരംഭിച്ച് ഒരു ദിവസം കഴിഞ്ഞ് നെഹ്റു ജമ്മു കശ്മീർ പ്രധാനമന്ത്രി MC മഹാജൻ അയച്ച കത്തിൽ പറയുന്നത്. ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിക്കുന്നത് പോലുള്ള ചില നടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. കശ്മീരിലെ ഏറ്റവും ജനപ്രീതിയുള്ള വ്യക്തിയായ ഷെയ്ഖ് അബ്ദുള്ളയോട് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടേക്കാമെന്നും നെഹ്റു ആ കത്തിൽ പറഞ്ഞിരുന്നു. കശ്മീരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ തന്റെ സുഹൃത്തായ ഷെയ്ഖ് അബ്ദുള്ളയെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനായിരുന്നു നെഹ്റു മുൻഗണന നൽകിയത്. 1947 ജൂലൈയിൽ മഹാരാജ ഹരിസിംഗ് ഇന്ത്യയിൽ ചേരാൻ നെഹ്റുവിനെ സമീപിച്ചപ്പോഴും നെഹ്റു ഉന്നയിച്ചത് അതേ ആവശ്യം തന്നെയാണ്. നെഹ്റു തന്റെ വ്യക്തിപരമായ അജണ്ട ഉപേക്ഷിച്ച് രാജ്യ താൽപര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ കരാർ അന്ന് തന്നെ നടപ്പിൽ വരുമായിരുന്നു. ആ അധ്യായം എന്നേക്കുമായി അവസാനിപ്പിക്കാമായിരുന്നു. 1947 ഒക്ടോബർ 26 പാക് സൈന്യം ശ്രീനഗറിലെത്തി. ഒടുവിൽ 1947 ഒക്ടോബർ 27 ഇന്ത്യയിൽ ചേരാനുള്ള മഹാരാജ ഹരിസിംഗിന്റെ അപേക്ഷ നെഹ്റു അംഗീകരിച്ചു. അതിനുശേഷം ഇന്ത്യൻ സൈന്യം കശ്മീരിൽ പാക് സൈന്യത്തോട് ഏറ്റുമുട്ടാനിറങ്ങി. എന്നാൽ ഈ വിഷയം 1947 ജൂലൈയിൽ തന്നെ അവസാനിപ്പിക്കാമായിരുന്നു. അങ്ങനെ ചെയ്താൽ കശ്മീരിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. കശ്മീരിൽ പാകിസ്ഥാൻ അധിനിവേശം ഉണ്ടാകുമായിരുന്നില്ല. പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പരാമർശമുണ്ടാകുമായിരുന്നില്ല. പിന്നീടുള്ള വർഷങ്ങളിൽ ഭീകരത ശക്തി പ്രാപിക്കുമായിരുന്നില്ല. 1990 കശ്മീരി പണ്ഡിറ്റുകളെ വേരോടെ പിഴുതെറിയുമായിരുന്നില്ല. എന്നാൽ 1947 ഒക്ടോബർ കൊണ്ടും നെഹ്റുവിന്റെ തെറ്റുകൾ അവസാനിച്ചില്ല. കശ്മീരിനെ ഇന്ത്യയോട് ചേർത്തത് താൽക്കാലികമാണെന്ന പ്രഖ്യാപനമായിരുന്നു കശ്മീരിൽ നെഹ്റു ചെയ്ത രണ്ടാമത്തെ മണ്ടത്തരം. കശ്മീർ ഒഴികെയുള്ള മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളും എന്നേക്കുമായി ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചിരുന്നു. നെഹ്റുവിന്റെ ഈ പ്രഖ്യാപനത്തോടെയാണ് പല പ്രശ്നങ്ങളും ആരംഭിച്ചത്. 1948 ജനുവരി 1 തർക്കത്തിലുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 35 ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയെ സമീപിക്കാനുള്ള തീരുമാനമാണ് നെഹ്റുവിന്റെ മൂന്നാമത്തെ മണ്ടത്തരം. ഇതിനു പകരം പാകിസ്ഥാൻ ഇന്ത്യൻ പ്രദേശങ്ങൾ നിയമവിരുദ്ധമായി കൈയടക്കിയിരിക്കുകയാണ് എന്ന് എടുത്തു കാണിക്കാൻ കഴിയുന്ന ആർട്ടിക്കിൾ 15 പ്രകാരം ഐക്യരാഷ്ട്രസഭയെ സമീപിക്കണമായിരുന്നു. അന്നു മുതൽ UN പ്രമേയങ്ങൾ ഇന്ത്യയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. കശ്മീരിൽ UNന്റെ നേതൃത്വത്തിൽ നടത്തിയ നിർബന്ധിത ഹിതപരിശോധന ഇന്ത്യ തടയുന്നു എന്ന മിഥ്യാധാരണ പരത്താൻ അനുവദിച്ചതാണ് കശ്മീരിലെ നാലാമത്തെ നെഹ്റുവിയൻ മണ്ടത്തരം. ആർട്ടിക്കിൾ 370 കൊണ്ടുവരികയും നടപ്പാക്കുകയും ചെയ്തു എന്നതാണ് നെഹ്റുവിന്റെ അഞ്ചാമത്തെ മണ്ടത്തരം. ഭരണഘടനയുടെ ഇടക്കാല കരട് രേഖയിലെ ആർട്ടിക്കിൾ 306A എന്നാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളെയും പോലെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചതിനാൽ ഇത്തരം ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. നെഹ്റുവിന്റെ മനസ്സിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത്. ആർട്ടിക്കിൾ 370 നിലവിൽ വന്നതോടെയാണ്
വിഘടനവാദികൾ ഇന്ത്യയുടെ കഴുത്തിൽ കുരുക്കിടുന്ന പോലെ ഭീഷണി മുഴക്കാൻ തുടങ്ങിയത്. 7 പതിറ്റാണ്ടുകൾ പിന്നീട് കടന്നുപോയി. ദേശീയ താൽപര്യത്തിനു മുകളിൽ കുടുംബം, സൗഹൃദം, വ്യക്തിപരമായ അജണ്ടകൾ എന്നിവയ്ക്ക് നെഹ്റു കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ അതിന് രാജ്യം വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. ഇന്ത്യയെ ആക്രമിക്കാൻ ലോകത്തിനൊരു പഴുതു ലഭിച്ചു. തങ്ങളുടെ അധിനിവേശ പ്രദേശത്തിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി. 1980കളിലാണ് ഈ മേഖലയിൽ ജിഹാദി ഭീകരത ആരംഭിച്ചത്. കശ്മീരി പണ്ഡിറ്റുകളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കി. സ്വന്തം രാജ്യത്ത് അവരെ അഭയാർത്ഥികളാക്കി മാറ്റി. ആയിരക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർക്ക് തീവ്രവാദം കാരണം ജീവൻ നഷ്ടമായി. നിരവധി സൈനികർക്ക് സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്നു. ഇതെല്ലാം മറ്റൊരു തരത്തിലാക്കാമായിരുന്നു. ഒരാൾക്ക് പറ്റിയ അബദ്ധം കാരണം 7 പതിറ്റാണ്ട് കാലം നിരവധി തലമുറകൾ അനുഭവിക്കേണ്ടി വന്നു. 2019 ഓഗസ്റ്റ് 5-ന് ചരിത്രം മറ്റൊരു വഴിത്തിരിവിനെ അഭിമുഖീകരിച്ചു. 1947 മുതൽ ഇന്ത്യയെ അലട്ടിക്കൊണ്ടിരുന്ന തെറ്റുകളുടെ പരമ്പര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനിപ്പിച്ചു.